ഹലോ, എന്തെല്ല സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്താലോ? ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് എപ്പോഴും കൊടുത്തു വിടുന്ന പോലെ ബനാനയും എഗ്ഗും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു സംഭവം ആക്കിയിട്ടുണ്ട്. ഇത് അവൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം വീക്കിലി ഒരു 2 or 3 days ഞാൻ കൊടുത്തു വിടാറുണ്ട്. കാരണം കുറച്ച് നല്ല ഹെൽത്തി ആണല്ലോ ബനാനയും എഗ്ഗും ഒക്കെ കുട്ടികൾക്ക് എത്തുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ മാക്സിമം അത് കൊടുത്തു വിടാൻ നോക്കാറുണ്ട്. അത് അവൾ കഴിക്കും. അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിൽ കേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വേണമെന്ന് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേക്കിൻ്റെ ഒരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ആപ്പിൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാംഗോയും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് ഫുള്ളും ഫിനിഷ് ചെയ്യുമെന്നറിയില്ല, എന്നാലും വെച്ച് കൊടുക്കുക, ഒരു സമാധാനത്തിന് വേണ്ടി അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പം കഴിക്കുമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടി വെച്ച് കൊടുത്തിട്ട് അവളുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് വേറൊരു ലഞ്ച് ബോക്സും കൂടി ഉണ്ട്. ലഞ്ച് ബോക്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടും. ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ആ ഒരു പാക്കിങ് കൂടി കണ്ടാലോ? ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി ഒരു 3 ചപ്പാത്തി കുറച്ച് ഗീയെല്ലാം ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാറില്ല. ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കും. ചിലപ്പം ടൈം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടും. ഒരു 3 ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കുറുകിയ ചിക്കൻ കറിയും കൂടി ആക്കിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് അടിപൊളിയാക്കാൻ പറ്റുന്ന കുക്കർ ചിക്കൻ കറി ആയത്. റെസിപ്പി വേണ്ടിക്ക് കമൻറ്റ് ചെയ്യട്ടോ. പെട്ടെന്ന് മോർണിംഗ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളി വാട്ടിലൊഞ്ചിൽ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതും കൂടി കൊടുത്ത് 2 പേരുടെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.